മരിച്ച ആളുകളെ സ്വപ്നം കാണാനുള്ള അങ്ങനെ ഉണ്ടോ? മരിച്ചവരെ സ്വപ്നം കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? കാണാറുണ്ടോ? മരിച്ചവരെ സ്വപ്നം കാണാറുണ്ടോ? ഇല്ല. ഇവരൊക്കെ ഇങ്ങനെ ആലോചിക്കുക, ഈ മൊയില് എന്താ പറയണേ? ഞാൻ സത്യം ചോദിക്കാണ്, മരിച്ച ഉമ്മാനൊക്കെ നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? എന്താ ഒന്നും പറയണില്ല, മിണ്ടണില്ല. എന്ത് പറഞ്ഞാലും കുടുങ്ങൊന്നുമില്ല. കാണാറുണ്ടോ? ചിലർ കാണും, ചിലർ കാണൂല. അല്ലേ? അള്ളാഹു നമുക്ക് അവരെ നല്ല കോലത്തിൽ കാണാൻ ഭാഗ്യം തരട്ടെ. മഹാന്മാർ പറഞ്ഞു, മരിച്ചവരെ സ്വപ്നം കാണും, അതുള്ളതാ. മരിച്ച ഉമ്മാനെ സ്വപ്നം കാണും. അവിടെ വേറെ വേദ വല്ലതും നടക്കണ്ട. കുട്ടികളെ വേദ അത് തിരക്കിട്ടില്ല, അത് കുഴപ്പമില്ല, അതങ്ങ് നടന്നോട്ടെ. കുട്ടികളെ വേദല്ലേ, അവർ വേദ പറഞ്ഞ് എത്ര പറയും, കൂടുതലൊന്നും പറയില്ല. അപ്പൊ മരിച്ചവരെ സ്വപ്നം കാണുന്നവരുടെ കോലുണ്ട്. ചില മക്കൾ പറയും, ഉമ്മാനെ സ്വപ്നം കാണാറുണ്ട്, മരിച്ച ഉമ്മാനെ സ്വപ്നം കാണും, മരിച്ച ബാപ്പാനെ സ്വപ്നം കാണും. ഇന്ന് പിന്നെ അതൊക്കെ കാണൽ കുറഞ്ഞ്. പണ്ടൊക്കെ അങ്ങനെ കാണാറുണ്ടായിരുന്നു. ഇന്ന് പിന്നെ അങ്ങനെ ഓർക്കൽ കുറവല്ലേ. ഓർക്കൽ കുറവായതുകൊണ്ട് കാണൽ കുറയും. അങ്ങനെയാണ്. പണ്ടൊക്കെ മരിച്ച ഉമ്മാനെയൊക്കെ കാണുന്ന മക്കളുണ്ടായിരുന്നു സ്വപ്നത്തില്. മഹാന്മാർ പറഞ്ഞു, 2 കോലത്തിലായിരിക്കും മരിച്ചവരെ സ്വപ്നം കാണാം. ഇന്നിപ്പോ മരിച്ചവരെ സ്വപ്നം കണ്ടാൽ നമ്മളെന്താ വേഗം ചോദിക്കുക? സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ പോവാണ്. അതായത് മരിച്ച ആളെ സ്വപ്നം കണ്ട എനിക്ക് ദീർഘായുസ് ഉണ്ടാവുമോ, അല്ല ഞാൻ വേഗം മരിക്കുക എന്നതിലേക്കുള്ള സൂചനയാണോ എന്ന് കരുതിയിട്ട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ പോവാണ്. എന്നാൽ മഹാന്മാർ പറഞ്ഞു, റുഇയത്തുൽ മൗത്ത എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ട്. മരിച്ചവരെ സ്വപ്നം കാണാം. ഫീ ഖൈറിൻ ഔ ശർറിൻ, രണ്ടാമൊരു കോലത്തിലായിരിക്കും സ്വപ്നം കാണാം. മരിച്ച ഉമ്മാനെ സ്വപ്നം കാണും, ബാപ്പാനെ സ്വപ്നം കാണും. ചിലപ്പോ നല്ല കോലത്തിലായിരിക്കും സ്വപ്നം കാണാം, മരിച്ച ഉമ്മാനെയും ബാപ്പാനെയും നല്ല കോലത്തിൽ. എന്നാൽ അതിന്റെ അർത്ഥം അവർ പരലോകത്ത് ബർസഖിയായ ലോകത്ത് നല്ല സന്തോഷത്തിലായിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം.